രാവിലെ അച്ചുവിന് ഈ കൈ വയ്യായിരുന്നു. ഇപ്പോഴും ഇവിടെ ചെറുതായിട്ടൊന്ന് നീര് വെച്ചിട്ടുണ്ട്, അറിയണ്ടോ? നീര് വെച്ചത് കണ്ടോ? ഇവിടെ ചെറുതായിട്ടൊന്ന് നീര് വെച്ചിട്ടുണ്ട് കണ്ടോ? ഈ കൈ തൊടുമ്പോൾ അവൾക്ക് ചെറിയൊരു പ്രശ്നം. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഇവിടെ കട്ടിൽ നിന്ന് താഴേക്ക് ചാടിയപ്പോഴേ ഈ കൈയിൻ്റെ എല്ലിന് എന്തോന്ന് പറ്റിപ്പോയി എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഉറച്ച് അങ്ങ് വെക്കുന്നില്ല. അപ്പോൾ ഈ കൈക്ക് എന്തോ പറ്റി. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, എക്സ്റേ എടുത്ത് നോക്കാം. വേദന കുറവില്ലെങ്കിൽ നമുക്ക് എക്സ്റേ എടുക്കാം വിചാരിച്ച്. അപ്പോൾ എന്താ ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്നുള്ളത് അറിയില്ലല്ലോ. കുഞ്ഞ് രാവിലെ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ കുറേ നേരം കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അവൾ അത്ര വലിയ അസ്വസ്ഥത കാണിച്ചില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായിരിക്കും കുട്ടി പെട്ടെന്ന് അങ്ങനെ ഒരു അസ്വസ്ഥത കാണിച്ചത്. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് മാറും ചെയ്ത്. ബാത്റൂമിലേക്ക് മൂത്രം ഒഴിക്കാൻ പോയിരുന്നു. മൂത്രം ഒഴിച്ചിട്ട് വന്നതിൻ്റെ ശേഷമാണ് കൈവേദന ശ്രദ്ധിച്ചത്. അതുവരെ അവൾക്ക് കുഴപ്പമില്ല. രാവിലെ മൂത്രം ഒഴിക്കാൻ പോകുന്നത് വരെ കുഴപ്പമില്ല. മൂത്രം ഒഴിച്ച് ബാത്റൂമിൽ കയറി പുറത്തേക്ക് വന്നപ്പോൾ കൈ നിലത്ത് കുത്തുന്നില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് മുമ്പേ ഞാൻ എന്ത് ചെയ്തു, ബാത്റൂമിൽ അലക്കിയിട്ട് തുണീനെ എടുത്തിട്ട് വരട്ടെ പറഞ്ഞിട്ട് ബാത്റൂമിൽ കയറി ഗൈസ്. അപ്പോഴാണ് ആ സത്യം ഞാൻ അറിഞ്ഞത്. കട്ടുറുമ്പ് കടിച്ചിരിക്കുക കണ്ടോ, എൻ്റെ കയ്യിൽ അറിയുന്നുണ്ടോ? ഈ ഒരു പോർഷന് കട്ടുറുമ്പ് കടിച്ചിട്ട് ഇവിടെ നീര് വെച്ച്. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കുട്ടീനെ കടിച്ചത് കട്ടുറുമ്പാണ് എന്ന്. അവളെ കട്ടുറുമ്പാണ് കടിച്ചത്. നമ്മൾ അറിയില്ലല്ലോ, അവൾക്ക് പറയാനും അറിയില്ലല്ലോ. പാവം തോന്നിപ്പോയി. അപ്പോൾ കട്ടുറുമ്പ് കടിച്ചതിൻ്റെ വേദന കുറച്ച് നേരത്തേക്ക് ഒരു കടച്ചിലുണ്ടാകുമല്ലോ, അതാണ് അവൾ അരമണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം ആ ഒരു അസ്വസ്ഥത അവളിൽ നിന്ന് പോയത്. പക്ഷെ ഇപ്പോൾ കൈ മടക്കി വെക്കുന്ന ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. രാവിലെ കൈ തൊടാൻ വിടില്ലായിരുന്നു, ഇപ്പോൾ കൈ നോർമലായി. ആ കടിച്ച ആ സമയത്തുള്ള ഒരു ഇറിറ്റേഷനും വേദനയും അവൾക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇനി ഇതുപോലത്തെ ആൾക്കാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ബാത്റൂമിൽ ചെക്ക് ചെയ്തിട്ട് ഇട്ടാൽ കേട്ടോ.